ഇന്ന് അരിപ്പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി പോലെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് മിക്സി ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചോറ്, 1/4 കപ്പ് ചെരുവിയ തേങ്ങ, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ 1/2 കപ്പ് ഇളം ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അടിച്ചെടുത്തുള്ളൊരു ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ മിക്സി ജാറിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി മാവിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓരോ കുഴിയിലും 1/4 ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഉണ്ണിയപ്പച്ചട്ടി ഇല്ല എന്നാണെങ്കിൽ നമുക്ക് അപ്പച്ചട്ടിയിലും ചെറിയ ചെറിയ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കാം. നല്ല പഞ്ഞി പോലെയുള്ള അപ്പമാണ്. ഏത് കറി കൂട്ടി കഴിക്കാനും അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.